Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, കുറച്ച് നമ്മുടെ കാണാനുണ്ടല്ലോ വരുന്നതെന്നുള്ളല്ലോ എല്ലാവരും. Okay, അപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ഗ്യാസ് ചാപ്റ്ററില സിസ്റ്റം കോമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ ഘടകങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ 6 ഘടകങ്ങളാണ് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിനുള്ളത്. ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? സോഴ്സ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, വാൽവ്സ്, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്, സെക്കൻഡറി എക്യുപ്മെന്റ്. അതിൽ നമ്മള് സോഴ്സ് എന്താണെന്ന് പറഞ്ഞു, മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, പൈപ്പിംഗ് നെറ്റ്വർക്ക് പറഞ്ഞായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പൈപ്പിംഗ് നെറ്റ്വർക്ക് എടുത്തു. ഓക്കെ, വാൽവ്സ് എടുത്തായിരുന്നോ? പൈപ്പിംഗ് നെറ്റ്വർക്ക് വരെയാണോ നമ്മൾ നിർത്തിയത്? വാൽവ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. സോഴ്സസ്, മാനിഫോൾഡ് സിസ്റ്റം, പൈപ്പിംഗ് നെറ്റ്വർക്ക് വരെയാണ് നമ്മൾ എടുത്തത്. അപ്പോ എന്താണ് മാനിഫോൾഡ് സിസ്റ്റം? പിക്ചർ ഒക്കെ കാണിച്ചായിരുന്നോ? മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ പിക്ചർ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ പിക്ചർ കാണിക്കാം കേട്ടോ. അപ്പോ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ആണ് അല്ലെ. രണ്ട് സൈഡിലും 2 ബാക്സിലും രണ്ട് വശങ്ങളിലും ഹൈ പ്രഷറുള്ള സിലിണ്ടറുകളാണ്. വൺ ഈസ് ബാക്ക് അപ്പ് ടു അതർ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അല്ലെ. ദെൻ അതിനൊരു കൺട്രോൾ പാനൽ ഉണ്ടാകും. അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സും പ്രഷർ എല്ലാം റെഗുലേറ്റർ ചെയ്യാനും വാർണിംഗ് ലാംപ്സ് അതിന്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത്, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിംഗ് നെറ്റ്വർക്കുകളാണ്. നമുക്കറിയാം പൈപ്പിംഗ് ത്രൂ ദ പൈപ്പ് ലൈനിൽ കൂടിയാണ് നമുക്ക് മെഡിക്കൽ ഗ്യാസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. 2 types of piping networks ഉണ്ട്. പെൻഡന്റ് ആൻഡ് മൗണ്ടഡ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് വാൾ മൗണ്ടഡ് ടൈപ്പും ഉണ്ട്. 2 ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, അത് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി കോപ്പർ ഉപയോഗിച്ചിട്ടാണ് പൈപ്പിംഗ് നെറ്റ്വർക്സുകൾ അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്, പൈപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡാമേജസുകളൊന്നും വരുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള ഒരു കോപ്പർ ഉപയോഗിച്ച് ആയതുകൊണ്ട് അവിടെ ഫിസിക്കൽ ഡാമേജസുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, പെൻഡന്റ് വാൾ മൗണ്ടഡിന്റെ ഒക്കെ പിക്ചറും കണ്ടായിരുന്നോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സില്? വാൾ മൗണ്ടഡ് എന്താണ്, പെൻഡന്റ് മൗണ്ടഡ് ഓർക്കുന്നുണ്ടോ? കണ്ടു. ഓക്കെ, മാനിഫോൾഡ് മാത്രം നമ്മൾ ഇനി കാണാനുള്ളൂ അല്ലെ. ഓക്കെ, മാനിഫോൾഡ് ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നെക്സ്റ്റ് ഫാക്ടർ നോക്കാം. മൂന്നാമത്തെ ഘടകമാണ് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വാൽവ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം വാൽവുകൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഇപ്പൊ നമ്മൾ വെള്ളം കിണറ്റിൽ നിന്നും മറ്റൊക്കെ അടിക്കാനായിട്ട് മോട്ടറുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ വാൽവുകൾ ഉണ്ടാവും. എന്തിനാണ് ഈ വാൽവുകൾ? അതിന്റെ പ്രയോജനം എന്താണ്? എന്തെങ്കിലും ഒരു പർപ്പസ് വേണ്ടി. അതുകൊണ്ട് എന്താണ് അതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽവുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാൽവുകൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വാൽവ് എന്താണെന്ന്? നമ്മുടെ ഈ ഇപ്പൊ എന്താണ് ഇപ്പൊ മോട്ടറിലൊക്കെ ആണെങ്കിൽ ലോക്ക് ചെയ്യാനും അൺലോക്ക് ഒക്കെ ചെയ്യാം അല്ലെ. പാസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഒരു വാൽവ് അടക്കും, മീൻസ് വെള്ളം നമ്മുടെ മുകളിലേക്ക് ടാങ്കിലൊക്കെ കയറാൻ വേണ്ടിയിട്ടൊക്കെ വാൽവൊക്കെ ക്ലോസ് ചെയ്യലും അല്ലെ, അങ്ങനെയുള്ള സംഭവമൊക്കെ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാനും പറ്റും. നോക്കാം, വാൽവ്സ്. There are 2 types of valves, zone valves and service valve. അണ്ടർലൈൻ ചെയ്യാം. അപ്പോ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ വാൽവുകളിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വാൽവുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ സോൺ വാൽവ്, സെക്കൻഡ് വൺ സർവീസ് വാൽവ്. ഓക്കെ, സോൺ വാൽവും സർവീസ് വാൽവും നോക്കാം. സോൺ വാൽവ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് ദ സിസ്റ്റം. സോൺ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റ് ദ ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ വലിയ ഭാഗങ്ങൾ വേർതിരിക്കുന്നു. അതായത് വലിയ സോൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഓരോ വലിയ വലിയ സെക്ഷൻ വേർതിരിക്കാനായിട്ടുള്ളതാണ് സോൺ വാൽവ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും നമ്മൾ ഈ പൈപ്പ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള വലിയ ഭാഗങ്ങളെ വേർതിരിക്കുന്നതാണ് സോൺ വാൽവുകൾ.
used to isolate large part of the system. Underline ചെയ്യുക, അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ sound valves. That is rooms for modification and or repair. Besides, sound valves are installed on corridor walls and should be labeled into indicated. അപ്പോൾ ഈ സൗണ്ട് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ വലിയ ഭാഗങ്ങൾ വേർതിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോണെങ്കിൽ അവിടുത്തെ വാൽവ് നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലെ. അപ്പോ നമ്മൾ സിസ്റ്റത്തിനുള്ളിൽ പല ഏരിയകളെ വലിയ ഭാഗങ്ങളെ വേർതിരിക്കുന്നതാണ് സൗണ്ട് വാൽവ്. അത് നമുക്ക് റൂംസ് മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറിനൊക്കെ നമുക്ക് സൗണ്ട് വാൽവാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ റൂംസ് മോഡിഫിക്കേഷൻ ചെയ്യാനും മറ്റും ഈ സൗണ്ട് വാൽവ് നമുക്ക് തിരിച്ചിടാം, ഓഫ് ചെയ്തിടാം. അപ്പൊ പൈപ്പ് ലൈനിൽ കൂടി എന്താണ് ഗ്യാസ് പാസ് ചെയ്യില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാൽവ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മോട്ടറിൽ വെള്ളം കയറാതിരിക്കാനായിട്ടൊക്കെ അടക്കി നമ്മുടെ പൈപ്പ് വെള്ളം അല്ലെങ്കിൽ കിണർ വെള്ളം ഒക്കെ ആണെങ്കിൽ നമ്മൾ ടാങ്കിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ പൈപ്പ് ലൈനിന്റെ കിണർ വെള്ളം വരുന്ന വാൽവ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നെ വെള്ളം വരില്ല അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. റൂംസും കാര്യങ്ങളും മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൗണ്ട് വാൽവ് ക്ലോസ് ചെയ്താൽ മതി. The sound valves are installed on corridor walls should be labeled to indicate the room and the controller. ഈ സൗണ്ട് വാൽവുകൾ കൂടുതലായിട്ടും കോറിഡോർസ് മതിലുകളിൽ വാൾസിലാണ്. കോറിഡോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഇടനാഴി പോലെ ഉണ്ടാവില്ലേ, അതായത് ഹോസ്പിറ്റലിനുള്ളിലൊക്കെ നമ്മള് വാർഡിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ചെറിയൊരു വഴി പോലെ ഉണ്ടാകും ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലില് ചെറിയൊരു വഴി പോലെ ഉണ്ടാവില്ലേ, ചെറിയൊരു സ്പേസ്, ഒന്നോ രണ്ടോ പേർക്ക് ചേർന്ന് നടക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. അതിനാണ് കോറിഡോർസ് എന്ന് പറയുന്നത്. സോ ആ കോറിഡോർസിന്റെ മതിലിലേക്ക് ആയിരിക്കും ഈ ഒരു സോൺ വാൽവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവ നിയന്ത്രിക്കാനായിട്ടുള്ള മുറി അല്ലെങ്കിൽ അത് സൂചിപ്പിക്കാനായിട്ടൊക്കെ അത് ലേബൽ ചെയ്തിട്ടുണ്ടാവുന്നത്. ആ വാൽവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് ലേബലിംഗ് ചെയ്തിട്ടുണ്ടാകും. ഇടനാഴി. ഓക്കെ. Then furthermore, service valves are used to isolate certain part of the system. പക്ഷെ സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടൻ പാർട്ട്, അതായത് ചില ഏരിയകളിൽ മാത്രം എന്തെങ്കിലും വാൽവ് ക്ലോസ് ചെയ്യാനും മറ്റുമാണ് സർവീസ് വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് റിപ്പയർ, ഇതുപോലെ മോഡിഫിക്കേഷനും റിപ്പയറിനൊക്കെ തന്നെയാണ് നമ്മൾ സർവീസ് വാൽവ് ഉപയോഗിക്കുന്നത്. സോൺ വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റ് ലാർജ് ഓഫ് ദി സിസ്റ്റം, ലാർജ് പാർട്ടാണ്. പക്ഷെ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെർട്ടൈൻ പാർട്ടാണ്. രണ്ടും ഒന്ന് പഠിച്ചു വയ്ക്കാം. സോൺ വാൽവ് ലാർജ് പാർട്ടാണ്, ദെൻ സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർട്ടൈൻ പാർട്ട്. ഓക്കെ. Then they are accessible by clinical staff. അതായത് ക്ലിനിക്കൽ സ്റ്റാഫിനെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അവർക്ക് തന്നെ സോൺ വാൽവ് ക്ലോസ് ചെയ്യാനും ഇതിനൊക്കെ വലിയ അറിവൊന്നും വേണ്ടാണ്. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് തന്നെ ആക്സസിബിൾ ആയിട്ടുള്ളതാണ്, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് വാൽവുകളുടെയും ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ. ഓക്കെ. ഇപ്പോൾ ഇതാണ് വാൽവ് മെയിൻ ആയിട്ട് രണ്ട് വാൽവുകളാണ്, സോൺ വാൽവും സർവീസ് വാൽവും. സോൺ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ isolated large part of the system. Service എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ certain part of the system. Okay. വായിച്ചു നോക്കാം, വായിച്ചു നോക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റത്തിനെ ഐസൊലേറ്റ് ചെയ്യുകയാണ്. സർവീസ് എന്ന് പറയുമ്പോൾ സർട്ടൈൻ പാർട്സ് ആണ്. ഓക്കെ. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. സെയിം എക്സാക്ട് പോയിന്റ് തന്നെയാണ് അവിടെ തന്നിരിക്കുന്നത്. ഫോർത്ത് ഫാക്ടർ നോക്കാം. കംപ്ലീറ്റ് ചെയ്തില്ല എല്ലാവരും? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫാക്ടർ നോക്കാം. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് അല്ലെ.
ഈ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ആലോചിച്ച് നോക്കി. അലാം സിസ്റ്റംസ് അതായത് ബീറ്റ് സൗണ്ട് ഒക്കെ എടുക്കില്ലേ, എപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ഒരു അലാം സിസ്റ്റംസും വാർണിംഗ്സും ചെയ്യുന്നത്? എപ്പോഴായിരിക്കും? വെറുതെ ഇരിക്കുമ്പോ മെഷീൻ ഇങ്ങനെ ചുമ്മാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെ ബീറ്റ് സൗണ്ട് ഒക്കെ അടിക്കോ? ഓവറായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ലീക്കേജസുകളൊക്കെ സംഭവിക്കുമ്പോഴും അല്ലെ? നോക്കാം. എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ സംഭവിക്കുമ്പോൾ it is the function of warning and alarm system to give information for the responsible staff about the whole plant in case of failure detection or change requirements. അല്ലെ? അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഫെയിലിയർ, നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്ലാന്റിന് എന്തെങ്കിലും ഓൾഡ് പ്ലാന്റിന് ഒരു ഫെയിലിയർ സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുഴുവൻ പ്ലാന്റിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഒരു വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാർണിംഗ് അലാം സംവിധാനങ്ങൾ ആവശ്യമാക്കിയിരിക്കുന്നത് ആ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട്. അതായത് ആ അലാം സിസ്റ്റത്തിലും ആ പ്ലാന്റില് വർക്ക് ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാകും അല്ലെ? സോ അവർക്ക് വേണ്ടിയിട്ട് അതായത് എന്തെങ്കിലും ഫെയിലിയറോ ലീക്കേജസുകളോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലാണ് ഇങ്ങനെയുള്ളൊരു വാർണിംഗ് അലാംസ് നമുക്ക് ലഭിക്കുന്നത്. Hence, there are two main alarm systems. Underline ചെയ്യാം. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് അലാറം സിസ്റ്റംസ് ആണ് നമ്മുടെ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസിൽ ഉള്ളത്. ഫസ്റ്റ് വൺ മാസ്റ്റർ അലാം ആൻഡ് ഏരിയ അലാംസ്. ഒരെണ്ണം മാസ്റ്റർ അലാം, ദെൻ ഒരെണ്ണം ഏരിയ അലാം. നോക്കാം. Master alarm monitors the main gas line and the source condition. Underline ചെയ്യാം. മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത് മെയിൻ ഗ്യാസ് ലൈൻ, നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള മെയിൻ അല്ലെ, മെയിൻ ഗ്യാസ് ലൈൻ ഉണ്ടാവുമല്ലോ, ആ മെയിൻ ഗ്യാസ് ലൈനും അതിന്റെ സോഴ്സസുകളുടെ കണ്ടീഷൻ ആണ് മോണിറ്റർ ചെയ്യുന്നത്. മാസ്റ്റർ അലാം, മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് അല്ലെ, മാസ്റ്റർ അലാം മോണിറ്റർ. അണ്ടർലൈൻ ചെയ്യാത്ത വായിക്കുന്നതിനോടൊപ്പം തന്നെ മാസ്റ്റർ അലാം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ. മെയിൻ ആയിട്ടുള്ള ഗ്യാസ് ലൈനെയാണ് മാസ്റ്റർ അലാം മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ. Then area alarm are found on alarm panels. In their function is to monitor condition specific critical care area. Underline ചെയ്യാം. മാസ്റ്റർ അലാം ചെയ്യുന്നത് മെയിൻ ഗ്യാസ് ലൈനെയാണ്, ഏരിയ അലാം ചെയ്യുന്നത് കണ്ടീഷൻ ഓഫ് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്. ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലുള്ള ഗ്യാസ് ലൈനുകളൊക്കെയാണ് മോണിറ്റർ ചെയ്യുന്നത്. രണ്ടും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, മാസ്റ്റർ അലാമും ഏരിയ അലാം. ഓക്കെ. അപ്പൊ നമ്മൾ വായിക്കുമ്പോ തന്നെ നിങ്ങൾ അത് പഠിച്ചു പോവാൻ ശ്രമിക്കാം. മാസ്റ്റർ അലാം എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്യാസ് ലൈൻ ആണ് മോണിറ്റർ ചെയ്യുന്നത്. ദെൻ ഏരിയ എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ കെയർ ഏരിയ. ഓക്കെ. പഠിച്ചോ? വായിക്കുമ്പോ തന്നെ പഠിച്ചു പോകാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. ഓക്കെ. അതുപോലെ സോൺ വാൽവും സർവീസ് വാൽവും പഠിക്കാം. ഓർമ്മയുണ്ടോ? സോൺ വാൽവ് എന്ന് പറഞ്ഞത് ഏതായിരുന്നു? സോൺ വാൽവ് ആർക്കും ഓർമ്മയില്ല, ഇപ്പൊ പറഞ്ഞ കൃത്യ സംഭവമാണ്. സോൺ വാൽവ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം അല്ലെ. സർവീസ് വാൽവ് എന്ന് പറഞ്ഞാലോ സ്പെസിഫിക് പാർട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചു പോകാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ മാസ്റ്റർ അലാമും ഏരിയ അലാമും. ഓക്കെ. മാസ്റ്റർ അലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഗ്യാസ് ലൈൻ ആണ്, ഏരിയ അലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഏരിയ. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ സിമ്പിൾ ആക്കി പഠിച്ചു പോവാം. ഓക്കെ. അപ്പൊ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? മനസ്സിലായ എല്ലാവർക്കും? Then fifth one നോക്കാം. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ്. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ് നോക്കാം. ഔട്ട്ലെറ്റ്സ് ആർ പോയിന്റ്സ്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റുകളാണ്. At which connection can be made to medical gas piping system to supply under pressure while inlet supply vacuum. അല്ലെ, ഇൻലെറ്റ് സപ്ലൈ ചെയ്യുന്നതാണ്, വാക്യൂത്തിന് സപ്ലൈ ചെയ്യുന്നതാണ് ഇൻലെറ്റ് എന്ന് പറഞ്ഞത്. വാക്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, ഒരു നമ്മൾ സക്ഷൻ മീൻസ് സക്ഷൻ പോലുള്ള ആസ്പിറേഷനും അങ്ങനെയുള്ള ഒരു ഇത് കൊടുക്കുന്നതാണ് വാക്യൂം എന്ന് പറയുന്നത്. പേഷ്യൻസിന് സക്ഷനും മറ്റും കൊടുക്കുന്നതാണ് വാക്യൂം. അപ്പോ ഇൻലെറ്റ്സിലൂടെയാണ് നമ്മൾ വാക്യൂം സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ പറയുന്നത് ഇൻലെറ്റ്, അതായത് വൈ ഇൻലെറ്റ് സപ്ലൈ വാക്യൂം. ഇൻലെറ്റ് സപ്ലൈ ഇൻലെറ്റ് എന്ത് ചെയ്യുന്നു? വാക്യൂം വിതരണം ചെയ്യുകയാണ്. സപ്ലൈ വിതരണം ചെയ്യുമ്പോൾ
പ്രഷറിൽ വിതരണം ചെയ്യുന്നതിനായിട്ട് ഒരു നോർമൽ ഒരു പ്രഷറൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഒരു പ്രഷറിൽ വിതരണം ചെയ്യുന്നതിനായിട്ട് മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റത്തിലേക്ക് കണക്ഷനുകൾ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ്. അതായത് നമ്മൾ ഇൻലെറ്റ് വഴി ഇൻലെറ്റുകൾ വാക്യൂം സപ്ലൈ ചെയ്യുമ്പോൾ അത് പൈപ്പ് ലൈനിൽ കൂടി കണക്ഷൻ ആയിട്ടും പൈപ്പ് ലൈൻ സിസ്റ്റത്തിലേക്ക് കണക്ഷൻ ഉണ്ടാക്കുന്ന പോയിന്റുകൾ, ചെറിയ പോയിന്റുകളാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതുപോലെ തന്നെ നമ്മൾ വായിച്ച് പഠിക്കണം. കാരണം ഔട്ട്ലെറ്റ്സും ഇൻലെറ്റ്സും സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ടോ എവിടെയെല്ലാം? PDF-ലേക്ക് ഞാൻ നോക്കുന്ന PDF നിങ്ങളുടെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കളിച്ച ഔട്ട്ലെറ്റ്സ് ആർ പോയിന്റ്സ്. അത് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Outlets are points at which connections can be made to medical gas piping system to supply under pressure while inlets supply vacuum. Okay, അതായത് ഇൻലെറ്റുകൾ വാക്യൂം സപ്ലൈ ചെയ്യുമ്പോൾ അതൊരു പ്രഷറിൽ വിതരണം ചെയ്യുന്നതിനായിട്ട് ഈ പൈപ്പ് ലൈൻ വഴി നമ്മൾ എടുക്കും. സോ ആ പൈപ്പ് ലൈനിലേക്ക് കണക്ഷനുകൾ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അതുപോലെ തന്നെ പഠിക്കണം. അത് കൃത്യമായിട്ടും 2 സെന്റൻസേ പറഞ്ഞിട്ടുള്ളൂ. അത് രണ്ടും അണ്ടർലൈൻ ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, then 6th one നോക്കാം. സെക്കൻഡറി എക്യുപ്മെന്റ്, അതായത് ദ്വിതീയ ഉപകരണങ്ങൾ, സെക്കൻഡറി എക്യുപ്മെന്റ്സുകൾ നോക്കാം. Horn hoses, gas flow meters, gauge and vacuum regulators are not part of pipeline system. Horn hoses ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണ ഹോസ് ഇല്ലേ, അതായത് പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ ഹോസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള മൊത്തത്തിലുള്ള എല്ലാ ഹോസുകളും ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്. എന്താ ഈ ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് ലൈനിൽ കൂടി വരുന്ന ഗ്യാസിന്റെ ഫ്ലോയിനെ അളക്കുന്ന മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. അതുപോലെ തന്നെ ഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മള് അളക്കുന്ന അല്ലെങ്കിൽ ഒരു അളക്കാനുള്ള ഉപകരണമാണ് ഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതായത് ഗ്യാസിന്റെ അതും ഫോമുകളും കാര്യങ്ങളൊക്കെ അളക്കുന്ന ഉപകരണം. Gauge and vacuum regulators are not part of the pipeline system. ഇതൊന്നും പൈപ്പ്ലൈൻ സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ടുകൾ അല്ലാണെന്ന്. ഇതൊക്കെ സെക്കൻഡറി പാർട്ടുകളാണ്. They can contribute greatly to gas and vacuum consumption. These items should be checked frequently as a part of routine inspection procedures. അല്ലെ, നമ്മൾ ഫസ്റ്റ് ഇയർ പറഞ്ഞത് എന്താണ്? ഈ വോൾ ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്യൂം റെഗുലേറ്റർ ഇവയൊന്നും ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ല. They can contribute greatly to gas vacuum consumption. അതായത് എന്താണ് പറഞ്ഞത്? അവ വാതകത്തിനും, ഇത് മെയിൻ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളല്ല, പാർട്ടുകളല്ല, എങ്കിലും അവ വാതകത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിനും അല്ലെങ്കിൽ വാക്യൂം വിതരണത്തിനും കൺസപ്ഷൻ ചെയ്യാനായിട്ട് വാക്യത്തിന്റെ ഉപയോഗത്തിനും ഒരു വലിയൊരു സംഭാവന ചെയ്യുന്നുണ്ടെന്ന്. അതായത് അതിൽ കുറച്ച് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പാർട്ടാകുന്നു. അത് പതിവ് പരിശോധനയ്ക്ക് റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയേഴ്സ്, പതിവ് പരിശോധന ഭാഗമായിട്ട് ഇവ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്ന്. അതായത് ഗ്യാസ് ഫ്ലോ മീറ്ററും ഇതെല്ലാം കൃത്യമായിട്ട് വാക്യത്തിന്റെ കൺസപ്ഷൻ നല്ല രീതിയിലാണോ, അല്ലെങ്കിൽ പൈപ്പ് ലൈനിൽ കൂടി ഗ്യാസുകൾ കൃത്യമായിട്ടുള്ള പ്രഷറിലാണോ പാസ് ചെയ്യുന്നത്, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യണം. എന്തുകൊണ്ടാണ് ഇൻസ്പെക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞത്? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. നമുക്കറിയാം ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വസ്തുവാണ് അല്ലെ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ അലാം സിസ്റ്റംസും വാർണിംഗ് ലാംസും മറ്റും നമ്മൾ അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. നമ്മള് 6 ടൈപ്പ് ഘടകങ്ങള് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. സിസ്റ്റം കോമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. 6 പോയിന്റ്സുകൾ ഒന്ന് വായിക്കാം കേട്ടോ. 6 എണ്ണം ഒന്ന് വായിച്ചോളൂ. നല്ലപോലെ വായിക്കുക. വായിക്കുമ്പോ മനസ്സിലാക്കി വായിക്കുക കേട്ടോ. നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തരം മീൻസ് ഒരു ഹൈ പ്രഷർ സിലിണ്ടറുകളാണ്. അത് രണ്ട് വശങ്ങളുള്ള സിലിണ്ടറുകളാണ്. അതിന് രണ്ട് വശത്തോട്ടും, അതായത് ഒന്ന് ഒരു സൈഡ് മറ്റൊരു സൈഡിലേക്ക് കണക്റ്റഡ് ആണ് അത്. ഓക്കെ, സിക്സ്ത് പോയിന്റിൽ ജസ്റ്റ് അത് വായിക്കാനുള്ളൂ. അതില് എന്താണ് പറയുന്നത്, മെയിൻ ആയിട്ട് പറയുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. സ്ക്രീൻ ക്ലിയർ ആണോ? പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള്? പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഒരു മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ പിക്ചർ? മാനിഫോൾഡ് സിസ്റ്റം നമ്മൾ വായിച്ചതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ഒന്ന് ഇവിടെ നോക്കാം. ഈ മാനിഫോൾഡ് സിസ്റ്റം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ്. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഹൈ പ്രഷർ സിലിണ്ടറുകളാണ്. രണ്ട് സൈഡിലും 2 ബാഗ്സ് ഉണ്ട്. കണ്ടോ പിക്ചർ നോക്കി നിങ്ങൾ ആ പിക്ചർ ശ്രദ്ധിക്കാം കേട്ടോ. രണ്ട് സൈഡിലും 2 ബാഗ്സ്, രണ്ട് വശങ്ങളുണ്ട്. ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് രണ്ട് സൈഡിലും ഉള്ളത്. one is to backup, അല്ലെ? backup to another. എല്ലാം അതിന്റെ പൈപ്പ് ലൈനിൽ കണ്ടോ കണക്റ്റഡ് ആണ്. ഇവിടുന്ന് ഇപ്പുറത്തേക്ക് കണക്റ്റഡ് ആണ്. ഈ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കണക്റ്റഡ് ആണ്. കണ്ടോ? പിന്നെ അതിന് നമ്മൾ പറഞ്ഞു വാർണിംഗ് ലാംപ്സുകൾ ഉണ്ട്, റെഗുലേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? അതിന്റെ പ്രഷറുകളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റെഗുലേറ്റർ ഉണ്ട്. പിക്ചറെ ആ ചെറിയ രീതിയിൽ ഒന്ന് സൂം ചെയ്യാൻ പറ്റില്ല. ചെറിയ ഒരു ഇതാണ് പിക്ചറിന്റെ പ്രശ്നമാണ്. അത് എടുത്തിട്ടപ്പോൾ ഡൗൺലോഡ് ചെയ്തത് പിക്ചർ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അത്യാവശ്യം കാണാൻ പറ്റുന്നില്ല. ഏകദേശം ഒന്ന് ഐഡിയ കിട്ടിയോ? പിക്ചർ കണ്ടോ? അതുപോലെ തന്നെ നിങ്ങളെ പിക്ചർ ഒന്ന് നോക്കുക. പിക്ചർ അത്ര ആവുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ പിക്ചർ? ഓക്കെ, ഇപ്പൊ PDF കാണുന്നുണ്ടോ? പിക്ചർ ഏകദേശം കണ്ടപ്പോ ഒരു ഐഡിയ കിട്ടിയോ? മാനിഫോൾഡ് സിസ്റ്റം നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തിട്ട പിക്ചർ
ചെറിയ പിക്ചറായിട്ടാണ് അത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം. യൂട്യൂബിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോ വായിച്ചോ നിങ്ങള്? സൂം ചെയ്ത് കണ്ടോ? ഓക്കെ ഓക്കെ. ദെൻ അപ്പോ നമ്മള് 6 ടൈപ്പ് ഫാക്ടേഴ്സ് ആണ് നോക്കിയത്. അത് ക്ലിയർ ആണല്ലോ? ഫാക്ടേഴ്സ് നമ്മള് ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ സിമ്പിൾ ആയിട്ട് അത് പഠിച്ചെടുത്തു അല്ലെ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടോ, ഫാക്ടേഴ്സിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് അല്ലെ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന്. ഫോർ പേഷ്യൻസ്, ഫോർ ഹോസ്പിറ്റൽ സ്റ്റേറ്റ്, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. 3 പേർക്കുള്ള അഡ്വാൻറ്റേജസ് ആണ് സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ്ലി പറയുന്നത് പേഷ്യൻസിന് ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. രണ്ടാമത്തേതിൽ പറയുന്നത് ഹോസ്പിറ്റൽ സ്റ്റേറ്റിന്, അതായത് ഹോസ്പിറ്റലിനുള്ള ഗുണങ്ങൾ എന്താണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഹോസ്പിറ്റലിന്റെ ഭരണാധികാര ചുമതലകൾ അവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം. ഓക്കെ, നമുക്ക് ആദ്യം ഫോർ പേഷ്യൻസിന് നോക്കാം. എന്തൊക്കെയായിരിക്കാം പേഷ്യൻസിനുള്ള പ്രയോജനം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് കമന്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ. എന്തൊക്കെയായിരിക്കാം സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ആക്കുന്നത് കൊണ്ട് പേഷ്യൻസിനുള്ള ഗുണങ്ങൾ? PDF നോക്കിയിട്ട് ആരും ആൻസർ ചെയ്യണ്ട കേട്ടോ, ആൻസർ പറയണ്ട, നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ പറഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, നമ്മുടെ ഐഡിയാസ് വരട്ടെ. അല്ലാതെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കത് ഓപ്പൺ ആയിട്ട് പറയാം, അതിനുള്ള ഒരു സാഹചര്യമാണിത് അല്ലെ? നോക്കാം എന്തൊക്കെയായിരിക്കാം പേഷ്യൻസിനുള്ളത്. നമ്മൾ പേഷ്യൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോ നമ്മളെ സംബന്ധിച്ചിട്ട് എന്തായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജസ്? ഓക്സിജൻ ലഭ്യമാകുന്നു. ഓക്കെ, പിന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് അവൈലബിൾ ആക്കാം. ഓക്കെ, ശ്വാസം കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്? ആണോ? ശ്വാസം കിട്ടുമെന്നാണോ? ശ്വാസം കിട്ടുമല്ലോ. ഇവിടെ പറയുന്നത് മെയിൻ ആയിട്ട് നോക്കാം, സെൻട്രലൈസ്ഡ് ആക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പ് ലൈനുകൾ വഴി നമുക്ക് മെഡിക്കൽ ഗ്യാസ് ലഭ്യമാകുന്നത് കൊണ്ടുള്ള നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനം? പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ കിട്ടും. ഓക്കെ, എന്തൊക്കെയോ അറിയാം അല്ലെ? എല്ലാവരുടെ ഉള്ളിൽ ഓരോരോ പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മളുടെ ഭാഗത്തിലേക്ക് വരാം. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് there will be എവിടെയാണോ പേഷ്യന്റ് അവിടേക്ക് നമുക്ക് ലഭിക്കാം. അത് നല്ലൊരു പോയിന്റ് ആണ്. ഓക്കെ, നോക്കാം. ഇനി നമുക്ക് നമ്മുടെ PDF വരാം കേട്ടോ. അഡ്വാൻറ്റേജസ്, പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് ആണ് ആദ്യം നോക്കുന്നത്. അതില് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് there will be no disturbing sight of oxygen cylinder at the bedside. ബെഡ്സൈഡിലല്ലോ കേട്ടോ, ബെഡ് സൈഡ് ആക്കാം കേട്ടോ. SALE എന്നാണോ നിങ്ങളുടെ PDF ചിലപ്പോ ഇതിലെ മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ കയ്യിലെ PDF SALE എന്ന് തന്നെയാണോ? ഓക്കെ, അത് സൈഡ് എന്നാക്കാം. SIDE, സൈഡ്, ബെഡ് സൈഡ്. അപ്പോ നോക്കാം എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. There will be no disturbing sight of oxygen cylinder at the bedside. അതായത് നമുക്കിപ്പോ പൈപ്പ് ലൈൻ ആകുമ്പോ നമ്മൾ കാണുന്നുണ്ടോ ഈ ഓക്സിജൻ സിലിണ്ടർ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ കാണുന്നുണ്ടോ? പേഷ്യന്റ് കാണുന്നുണ്ടോ? ഇല്ല അല്ലെ? പക്ഷെ നേരെ മറിച്ചിട്ട് ഓക്സിജൻ ഈ പൈപ്പ് ലൈൻ ഒന്നും ഇല്ല. ഓക്സിജൻ സിലിണ്ടർ ആണെങ്കിൽ ആ പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ ഇത് ഈ ഒരു കുറ്റി പോലത്തെ ഓക്സിജൻ സിലിണ്ടർ വെക്കും. അപ്പൊ നമ്മളുടെ ഒരു കാഴ്ചക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ് അല്ലെ? ആ കാഴ്ച ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു പൈപ്പ് ലൈനിങ് സിസ്റ്റത്തിലൂടെ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം, നിങ്ങൾ കിടക്കുകയാണ്, ഈ ഒരു സാധനം നമ്മുടെ ബെഡിന്റെ സൈഡിൽ തന്നെ വലിയ സിലിണ്ടർ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരോ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സിലിണ്ടർ കുറ്റികൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നൊക്കെ സിലിണ്ടർ ആയിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ? അപ്പൊ നമ്മൾ ഈ കിടക്കുന്ന കട്ടിലിന്റെ അരികിൽ തന്നെ വെക്കുമ്പോ അതൊരു അപാകതയല്ലേ? ആണോ? ഒരു ഡിസ്റ്റർബ് അല്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപാകതയാണോ? യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് മീൻസ് ശ്വാസം മുട്ട് അങ്ങനെ എന്തെങ്കിലാണോ പ്രശ്നം യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നത്? ഓക്സിജൻ സിലിണ്ടർ ആണോ?
ഓക്കെ. അപ്പോ നമുക്ക് ഇങ്ങനെ സിലിണ്ടർ കാണുമ്പോൾ അതൊരു അപാകതയാണ്. അപ്പൊ ആ ഒരു അപാകത അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു മെഡിക്കൽ സെന്ററിലൂടെ സാധിക്കും. ആ പൈപ്പ് ലൈനിൽ കൂടിയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഓക്സിജനും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. കാഴ്ചയിൽ നമുക്ക് ഈ സിലിണ്ടർ കാണേണ്ട ആവശ്യവുമില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് നോക്കാം. എലിമിനേഷൻ ഓൺ elimination on annoying noise from movement of cylinder in and around the hospital. അല്ലെ annoying എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു നമുക്ക് ഡിസ്റ്റർബ് ആയിട്ടുള്ള നോയിസ് അല്ലെ. അതായത് ഈ സിലിണ്ടറുകളാണെങ്കിൽ ആ സിലിണ്ടർ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സിലിണ്ടറിൽ സൗണ്ട് എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാവാം. സോ അത് അറൌണ്ട് ദ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ പരിസരത്തും മറ്റും ആ സിലിണ്ടറിന്റെ സൗണ്ട്സ് ഇങ്ങനെ പരക്കും. അപ്പൊ അത് മറ്റു പേഷ്യൻസുകളെല്ലാം ഡിസ്റ്റർബ് ആണ്. സോ ഈ പൈപ്പ് ലൈൻ ആകുമ്പോൾ ഒരു സൗണ്ടും ഇല്ല. ടോപ്പ് സൈഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സിലിണ്ടർ വെക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും, അതിന്റെ സൗണ്ട് പ്രശ്നങ്ങളൊക്കെ വരും. അത് ആ ഹോസ്പിറ്റലിന്റെ അറൌണ്ട് ദ ഹോസ്പിറ്റൽ അതിന്റെ ചുറ്റുപാട് മൊത്തം അത് ഡിസ്റ്റർബ് ഉണ്ടാക്കും. മറ്റു പേഷ്യൻസുകൾക്കും അതൊരു ഡിസ്റ്റർബ് ആയേക്കാം. സോ നമുക്കൊരു പൈപ്പ് ലൈൻ ആകുമ്പോൾ വേറെ നോയ്സും കാര്യങ്ങളോ ഡിസ്റ്റർബൻസുകളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, ആണ് രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് രണ്ട് പോയിന്റ് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, പത്രത്തിലാണോ എല്ലാവരും? ഓക്കെ, ഫസ്റ്റ് രണ്ട് പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ ഫ്രം contamination due to used and movements of cylinders. സിലിണ്ടറിന്റെ ഉപയോഗം, അതുപോലെ തന്നെ സിലിണ്ടറിന്റെ ചലനം അല്ലെ, മൂവ്മെന്റ്സ്, ചലനം അണുവിമുക്തമായിട്ടുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുക. അതായത് നമ്മൾ ഈ സിലിണ്ടറുകളൊക്കെ കൊണ്ടുപോകുമ്പോഴേ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇല്ലേ. അതായത് ചില സെക്ഷനുകൾ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയുള്ള ഏരിയകളോ അതൊക്കെ ഫുള്ളി അണുവിമുക്തമായിട്ടുള്ള ഏരിയകളാണ് അല്ലെ. അപ്പോ അവിടേക്ക് സിലിണ്ടറുകൾ വലിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റും ICU അവിടേക്ക് ഈ സിലിണ്ടറുകളൊക്കെ നമ്മൾ വലിച്ചു കൊണ്ടുപോകുമ്പോഴേ അവിടെ കണ്ടാമിനേറ്റഡ് ആവുന്നത്, അതായത് മലിനീകരണപ്പെടും. ഈ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് അറിയാലോ, മീൻസ് അത് ലീക്കേജുകളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു അണുവിമുക്തമാകാനും ആ ഒരു ഏരിയ തന്നെ എന്താണ് അണുവിമുക്തം ആയിട്ടുള്ള പ്രദേശങ്ങൾ മലിനീകരണപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററും ICU അങ്ങനെയുള്ള ചില സെക്ഷനുകളൊക്കെ നമ്മൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഈ ഒരു സിലിണ്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് മലിനീകരണങ്ങൾ സംഭവിക്കാം. സോ നമുക്കിവിടെ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് അത്തരത്തിലുള്ള മലിനീകരണങ്ങൾ സംഭവിക്കുന്നില്ല. ഓക്കെ, then last one നോക്കാം. Constant and clean supply at required location. നേരത്തെ പറഞ്ഞ ആരോ പോയിന്റ്, ആവശ്യമുള്ള സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഓക്സിജൻ ലഭ്യമാകും. അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എല്ലാ തരത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലോട്ടും പൈപ്പ് ലൈനുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനാൽ തന്നെ പേഷ്യന്റ് എവിടെയാണോ അവിടെ നമുക്ക് കൃത്യമായിട്ടും ഓക്സിജൻ ഫെസിലിറ്റീസ് കിട്ടുന്നു. ആവശ്യമുള്ള സ്ഥലത്ത് സ്ഥിരവും കോൺസ്റ്റന്റ് ആയിട്ടും അതുപോലെ തന്നെ വൃത്തിയുള്ളതുമായിട്ടുള്ള ക്ലീൻ സപ്ലൈ, വൃത്തിയുള്ളതുമായിട്ടുള്ള നമുക്കൊരു വിതരണം, റിക്വയർഡ് മീൻസ് ആ ഗ്യാസിന്റെ വിതരണം നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? 4 പോയിന്റുകള് വായിച്ചു നോക്കാം. ഫോർ പേഷ്യൻസ് 4 പോയിന്റ് വായിക്കാം കേട്ടോ. ഓരോ പോയിന്റ് വായിക്കുക, മനസ്സിൽ നമ്മുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്യാം. നാല് പോയിന്റ് വായിച്ചോ എല്ലാവരും?
ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കി വായിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ ഫോർ ഹോസ്പിറ്റൽ സ്റ്റേറ്റ്. ഹോസ്പിറ്റലിന് ഇങ്ങനെയുള്ളൊരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആക്കുന്നത് കൊണ്ട് ഒരു ഹോസ്പിറ്റലിനുള്ള പ്രയോജനങ്ങൾ. ഫസ്റ്റ് വൺ, സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വേഗത്തില്, പെട്ടെന്ന് തന്നെ ടാപ്പുകളില് ഗ്യാസിന്റെ വേഗത്തിലുള്ള ലഭ്യത അല്ലെ. പൈപ്പ് ലൈനുകളാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്പീഡില് എല്ലാ ഏരിയയിലേക്കും പൈപ്പ് ലൈൻ വഴി നമുക്ക് ഗ്യാസിന്റെ ലഭ്യത ലഭിക്കുന്നു. സെക്കൻഡ് വൺ, ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ് അല്ലെ. ക്ലീൻ ആയിട്ടുള്ളത്, ശുദ്ധവും സുരക്ഷിതവും, ഡിപ്പെൻഡബിൾ ആശ്രയയോഗ്യമായ, അതായത് നമുക്ക് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള വിതരണം, ഗ്യാസിന്റെ വിതരണം അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു വിതരണം. സേഫ് ആണ്, പൈപ്പ് ലൈനിൽ കൂടി കൃത്യമായിട്ടുള്ള അളവിൽ പ്രഷർ ചെയ്തിട്ടാണ് വരുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്. ഗേറ്റ്സ് എന്നാണ് കിടക്കുന്നത്. സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ് GATES എന്നാണോ നിങ്ങളുടെ PDF-ല്? ഓക്കെ, ഗ്യാസസ് എന്നാക്കാട്ടോ, GASES. കറക്ഷൻ ഉണ്ട്. അപ്പൊ ചിലപ്പോ എന്റെ PDF-ലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ PDF-ൽ ചിലപ്പോ ശരിയായിട്ട് വന്നേക്കാം കേട്ടോ. അത് ശ്രദ്ധിക്കാതെ വായിക്കുമ്പോ ഗ്യാസസ് എന്നാക്കാം. Regular flow of gases whenever and wherever needed അല്ലെ. അതായത് ആവശ്യമുള്ളപ്പോൾ എവിടെയും നമുക്ക് ഗ്യാസ് ലഭ്യമാണെന്ന്, ഗ്യാസിന്റെ ഒഴുക്ക് ലഭ്യമാണ് പൈപ്പ് ലൈനിൽ കൂടി. എവിടെയും, ഏത് ഡിപ്പാർട്ട്മെന്റിലോ, ICU-ലോ, ലേബർ റൂമിലോ, ഓപ്പറേഷൻ തിയേറ്ററിലോ, എവിടെയാണോ അത് എപ്പോഴാണോ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ഗ്യാസിന്റെ ഫ്ലോ ലഭിക്കുന്നു. അതായത് ഓക്സിജനോ മറ്റു ഗ്യാസുകൾ നമുക്ക് എവിടെയാണെങ്കിലും ഏത് ടൈമിലാണെങ്കിലും കൃത്യമായിട്ട് ലഭിക്കുന്നു. Then last one, minimal accident risk due to mishandling of cylinders അല്ലെ. നമുക്കറിയാം സിലിണ്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും മിസ്ഹാൻഡിലിങ്, അതായത് തെറ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ റിസ്ക് ഒക്കെ വന്നേക്കാം. സോ മിനിമൽ ആക്സിഡന്റ് റിസ്ക്, അങ്ങനെയുള്ള റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാറുണ്ട്. പൈപ്പ് ലൈനാണ്, അപ്പൊ അവിടെ വേറെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യമൊന്നുമില്ല, റിസ്കുകളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. ഓക്കെ, 4 പോയിന്റ് ആണ് ഹോസ്പിറ്റലിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം, 4 പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ 4 പോയിന്റ് ഹോസ്പിറ്റലിന്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അടുത്തത് ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹോസ്പിറ്റലിന്റെ ഭരണാധികാരി, അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ളവർക്കുള്ള ഗുണം അല്ലെങ്കിൽ അവരുടെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ large quantities at favorable terms. അതായത് അനുകൂലമായിട്ടുള്ള ഒരു വ്യവസ്ഥയിൽ വലിയ അളവിൽ നമുക്ക് ഗ്യാസസ് പർച്ചേസ് ചെയ്യാവുന്നത്. അതായത് നമ്മൾ പൈപ്പ് ലൈനിൽ കൂടി ആകുമ്പോൾ വലിയ ടാങ്ക് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ഇത് വർദ്ധിക്കുന്നത് ഗ്യാസ്. മറ്റേതാണെങ്കിൽ സിലിണ്ടറുകൾ ഓരോ സിലിണ്ടറുകളായിട്ട് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഗ്യാസസ് നമുക്ക് പർച്ചേസ് ചെയ്യാം.
അപ്പൊ അതുകൊണ്ട് അവർക്ക് ലാഭമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറിയ ചെറിയതിനേലും ഒരുമിച്ചത് ലാർജ് ക്വാണ്ടിറ്റിയിലാകുമ്പോൾ അത്രയും പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രൈസിലൊക്കെ വ്യത്യാസം വരും. സെക്കൻഡ് വൺ പറയുന്നത് ഇക്കോണമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. അതായത് സമ്പദ് വ്യവസ്ഥയിലും എന്താ പറയുന്നത് ലാഭമാണ് അവർക്ക്. അതായത് നമ്മൾ ചെറിയ ചെറിയ ഓരോ സിലിണ്ടറുകൾ ഓരോ കുറ്റികളായിട്ട് വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒത്തിരി ചിലവ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒന്നോ രണ്ടോ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒന്നും പോരാ. അപ്പോ ഇതുപോലെ ചെറിയ സിലിണ്ടറുകൾ വാങ്ങിക്കുന്നതിനേല അവർക്ക് ലാഭം ഏതാണ്? ഇങ്ങനെയുള്ളൊരു ഹൈ ലാർജ് ക്വാണ്ടിറ്റീസിൽ ഇത് പർച്ചേസ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അത് അവർക്ക് ഇക്കോണമിയിൽ ലാഭം ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് ലാർജ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാവുന്ന. മൂന്നാമതായിട്ട് പറയുന്നത് ലെസർ ബ്രേക്കേജസ്. മീൻസ് എന്താ ബ്രേക്കേജ് എന്ന് പറഞ്ഞാല് പൊട്ടലുകൾ, അതായത് ലീക്കേജ് ഒക്കെ വരുമ്പോ സിലിണ്ടേഴ്സുകളൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോ ഇങ്ങനെ പൈപ്പ് ലൈൻ ആകുമ്പോൾ അത് നമുക്ക് കുറക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാം, ലെസർ ചെയ്യാം, കുറയ്ക്കാം. Then നാലാമത്തെ പോയിന്റ് rationalization in ordering, storing and transporting a wide variety and size of a gas cylinder. എന്താണ് പറയുന്നത്? ഗ്യാസ് സിലിണ്ടറിന്റെ വൈവിധ്യവും, റാഷണലൈസേഷൻ എന്ന് വെച്ചാൽ വൈവിധ്യം, വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യവും വലിപ്പവും സംഭരിക്കുന്നതിലും അത് കൊണ്ടുപോകാനും എളുപ്പമാക്കാന്ന് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ചെറിയ ഗ്യാസ് സിലിണ്ടർക്ക് ഭയങ്കര വലുപ്പമായിരിക്കും. അപ്പൊ അത് ഈ ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയോ, അതായത് ഇപ്പൊ ചിലവരുടെ വീട്ടിൽ തന്നെ ഈ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചിട്ടുള്ള പേഷ്യൻസുകളൊക്കെ ഉണ്ടാകും ഇല്ലേ. അതായത് കിടപ്പ് രോഗികളൊക്കെ ആയിട്ടുള്ളവരെ അവർക്ക് ചിലപ്പോ ശ്വസിക്കാനൊക്കെ ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോ നമ്മൾ ആ വീട്ടിൽ തന്നെ ഇതുപോലെ ഓക്സിജൻ സിലിണ്ടർ വെക്കും. അത് ഇത്ര ഡേ ആയിരിക്കും ഒരു സിലിണ്ടറിന്റെ യൂസേജ് വരുന്നത്. ദെൻ അത് നമ്മൾ കഴിയുമ്പോൾ വീണ്ടും ഈ ഓക്സിജൻ സിലിണ്ടർ നിറയ്ക്കാനായിട്ട് ഈ സിലിണ്ടർ കുറ്റിയായിട്ട് പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത് വൈവിധ്യമാർന്നിട്ടുള്ള വൈഡ് വെറൈറ്റിയിലായിട്ടുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാണ്. ദെൻ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓയിങ് ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഓയിങ് എന്നാണോ കിടക്കുന്നത്? OWING എന്നാണോ നിങ്ങളുടെ PDF നോക്കിയൊന്ന്? ഓക്കെ, അത് ഡ്യൂ ടു എന്നാക്കാട്ടോ. ഡ്യൂ ടു അതൊന്ന് വെട്ടിക്കൊടുക്കുക. ഓയിങ് എന്നല്ല, ഡ്യൂ ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. ഓക്കെ, ഞാൻ ടെക്സ്റ്റും ഇത് നോക്കിയിട്ടാണ് വായിക്കുന്നത്. കറക്ഷൻസ് ഉണ്ട് കേട്ടോ. ലെസ് ഡാമേജ് ടു ബിൽഡിംഗ് ഡ്യൂ ടു ഹാൻഡിലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. ഓയിങ് എന്നുള്ളത് വിട്ടാൽ ഡ്യൂ ടു എന്നാക്കാം. ഡ്യൂ എന്ന് എഴുതിയാൽ മതി, ടു അവിടെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ബിൽഡിങ്സിന്റെ ഒക്കെ ഡാമേജുകളൊക്കെ നമുക്ക് കുറയ്ക്കാം. സിലിണ്ടറുകളൊക്കെ വെക്കുമ്പോഴേ ആ ബിൽഡിങ്ങിന് ചിലപ്പോ പൊട്ടലുകളൊക്കെ ചെറിയ ഡാമേജ്, ടൈൽസിലൊക്കെ ആണെങ്കിലും ചെറിയ പൊട്ടലും ഡാമേജസ് ഒക്കെ വരാം. സോ നമുക്ക് പൈപ്പ് ലൈൻ ആകുമ്പോൾ അങ്ങനെയുള്ള ബിൽഡിങ്ങിന്റെ ഡാമേജുകളൊക്കെ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ 5 പോയിന്റ്സ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വരുന്നത്. 5 പോയിന്റ് വായിച്ചേ പെട്ടെന്ന് വായിക്കാം കേട്ടോ. Fourth means last hospital administration fourth point. Okay. Rationalization in ordering, storing and transporting a wide variety and size of a gas cylinder. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടറിന്റെ വൈവിധ്യവും വലിപ്പവും പലതരത്തിലുള്ള ഇപ്പൊ ഓക്സിജൻ സിലിണ്ടറിനെ പോലെ ആയിരിക്കില്ല വേറൊരു ഗ്യാസ് സിലിണ്ടറിന്റെ വലിപ്പം എന്ന് പറയുന്നത്. സോ ആ ഒരു വലിപ്പവും അതുപോലെ തന്നെ അത് സംഭരിക്കാനും, അതായത് തീരുമ്പോ നമ്മൾ ഗ്യാസ് നിറയ്ക്കാനായിട്ട് പോകണം അല്ലെ.
അത് സംഭരിക്കുന്നതും കൊണ്ടുപോകുന്നതിനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈപ്പ് ലൈൻ ഉപയോഗിക്കാറ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടില് സോഡ മേക്കർ ഉള്ളവരുണ്ടോ? സോഡ മേക്കർ ഉണ്ടോ? അതിന്റെ വീട്ടിലില്ല. ഓക്കെ, നമ്മൾ ഈ സോഡ മേക്കറൊക്കെ ചെറിയ ഗ്യാസ് കുറ്റിയായിരിക്കും അതിന് അല്ലെ, കാർബൺ സോഡയുടേത്. അപ്പൊ അത് തീരുമ്പോ നമ്മൾ നിറയ്ക്കാനായിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുന്നത് പല വെറൈറ്റി വൈഡ് ടൈപ്പിലുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ്. അപ്പൊ അത് തീരുമ്പോ ഈ ഗ്യാസ് സിലിണ്ടർ ആ ഒരു സിലിണ്ടർ നിറയ്ക്കാനായിട്ട് പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോ അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. അപ്പോ അതിന് നമുക്ക് ഈ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സ്റ്റോറേജും ചെയ്യേണ്ട, ട്രാൻസ്പോർട്ടേഷൻ ഒന്നും വേണ്ടാണ്. അതിൽ നിന്നും നമുക്കൊരു അഡ്വാൻറ്റേജസ് ആണത്. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടിൽ നിന്നും സ്റ്റോറേജ് ചെയ്യുന്നതിൽ നിന്നൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, അത് പോയിന്റ് തന്നിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ആ ഒരു അതിന്റെ മീനിങ് ഏതാണ്? സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടില്ലാണ്. പൈപ്പ് ലൈൻ ആകുമ്പോൾ നമ്മളത് തീരുമ്പോ കുറ്റി നിറയ്ക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് അഡ്വാൻറ്റേജസ് ആണ് നോക്കിയത്. പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ്, ഹോസ്പിറ്റൽ സ്റ്റേറ്റിനുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ്. ക്ലിയർ ആണല്ലോ 3 പേരുടെയും അഡ്വാൻറ്റേജസ്? ഓക്കെ ആണോ? ഓക്കെ, ദെൻ അടുത്ത് നമുക്കൊരു ചെറിയ ടേബിൾ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ടേബിൾ ആണത്. അത് ടേബിളെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അധികം എടുത്ത് പോകുന്നില്ല, ടേബിളും കൂടി ഒന്ന് നോക്കാമല്ലോ, കവർ ചെയ്യാനുള്ള ടൈം ഉണ്ട്. നമ്മള് കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ISO സ്റ്റാൻഡേർഡ്സ്. ISO അംഗീകൃതമായിട്ടുള്ള കളർ കോഡിംഗ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസ് എടുത്തപ്പോൾ തന്നെ ഞാൻ കളർ കോഡ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേബിള് കമ്പൽസറി ആയിട്ടും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഇത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റില്ല. ISO അംഗീകരിച്ചിട്ടുള്ള കളറുകളാണ്. സോ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. പറ്റിയാൽ ഇന്ന് തന്നെ ഈ കളറുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പൊ തന്നെ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ചു പോകുക. ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ഓക്സിജൻ. എന്തായിരുന്നു കളർ? വൈറ്റ് കളർ. ദെൻ നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ. മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സക്ഷൻ യെല്ലോ. നൈട്രജൻ ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ കളർ. 6 പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കംപ്രസ്ഡ് എയറിന്റെ പറയണില്ല അവിടെ. അപ്പൊ ബാക്കി 6 മെഡിക്കൽ ഗ്യാസസും അതിന്റെ കളർ കോഡാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ടും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു 3 പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കാം ഇപ്പൊ. ഓക്കെ, 3 പ്രാവശ്യം വായിക്കാം. 3 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. ഇപ്പൊ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. 3 ടൈം കേട്ടോ. 3 ടൈംസ് ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നാളത്തേക്ക് അത് മാറ്റി വെക്കേണ്ട. അത് എന്തായാലും എക്സാമിൽ ചോദിക്കും. പഠിച്ചെല്ലാവരും? ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു 3 പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഞാൻ ചോദിക്കണമെന്നില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു 3 വട്ടം വായിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി 7 ടൈപ്പ് ഓഫ് ഗ്യാസസ് പഠിച്ചപ്പോ തന്നെ നമ്മൾ എടുത്തതാണ് അല്ലെ. ഓക്കെ, ചോദിച്ചോളൂന്ന്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മളത് മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇല്ലാതായിട്ട് തോന്നുന്നത്. എനിക്ക് കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം അവന്റെ തന്നെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് വരുന്നത് സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. ഈ ഗ്യാസസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ അത് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആകാൻ വഴിയില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 1-2 പോയിന്റിൽ മാത്രം വെച്ച് നമ്മൾ നിർത്തേണ്ടതായിട്ട് വരും. ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോ ഇന്നെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മള് സിസ്റ്റം കമ്പോണൻസ്, അതായത് 6 ഫാക്ടേഴ്സ്, ഒരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ 6 ഘടകങ്ങളാണ് നമ്മൾ നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മള് അഡ്വാൻറ്റേജസ്, മെയിൻ ആയിട്ട് പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ്, ഹോസ്പിറ്റലിനുള്ളത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുള്ള അഡ്വാൻറ്റേജസ്. അപ്പൊ അത് കൃത്യമായിട്ട് 3 തരംതിരിച്ച് തന്നെ പഠിക്കണം. ഇത് കൂട്ടിക്കുഴച്ച് മിക്സ് ചെയ്ത് പഠിക്കരുത്. ഓക്കെ, കാരണം എക്സാമിന് ചിലപ്പോ ഹോസ്പിറ്റൽ സ്റ്റേറ്റിനുള്ള ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ചിലപ്പോ നിങ്ങളുടെ ആൻസറില് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോ അതിൽ നിന്ന് ഹോസ്പിറ്റൽ സ്റ്റേറ്റിനുള്ള അഡ്വാൻറ്റേജസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇത് മിക്സ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ടും ഓരോരുത്തർക്ക് പേഷ്യൻസിനുള്ളത് എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽ സ്റ്റേറ്റിനുള്ളത് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ട് കൺവേർട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പോ ചില വാക്കുകളോ അല്ലെങ്കിൽ വേർഡുകളോ നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മലയാളം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമല്ലോ. അതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ എല്ലാവർക്കും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ബൈഹാർട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓർമ്മയില് നിലനിൽക്കണമെന്നില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് പഠിക്കുക, എന്ത് കാര്യങ്ങളായിക്കോട്ടെ. അപ്പൊ നമ്മള് ഒരു മലയാളത്തിൽ അതിന്റെ മീനിങ് ജസ്റ്റ് നമുക്കിത് ഇംഗ്ലീഷ് വായിക്കുമ്പോ അറിയാലോ, ഇത് ഇന്നതാണ് ആള് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മളുടേതായ രീതിയിലോട്ട് നിങ്ങൾ പഠിച്ചോളൂ. നിങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ടേബിളുകളും ചില കാര്യങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണല്ലോ, അത് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകുക. ഓക്കെ, അപ്പോ എടുത്തത് അത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? നമുക്കൊരു അറിയില്ലാത്തൊരു ഏരിയനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോ ക്ലാസ് കുഴപ്പമൊന്നുമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ നിങ്ങളുടെ? ഓക്കെ, അപ്പോ സ്പീഡ് ഉണ്ടോ ക്ലാസ്സിന്? സ്പീഡിന് പ്രശ്നം ഉണ്ടെന്നെങ്കിലോ? കുഴപ്പമില്ലല്ലോ, ഓക്കെ ആണോ? ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് എടുക്കുന്നത്. ഭയങ്കര സ്ലോ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഗ്യാസ് ഒക്കെ അല്ലേ, ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ടാണ് അത്യാവശ്യം ഒരു നോർമൽ സ്പീഡില് നമ്മൾ നോർമൽ പോകുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് പോകുന്നത്. അപ്പോ ഇനി എന്തെങ്കിലും സ്പീഡ് വില കൂടുതലാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു 7 ടൈപ്പ് ഓഫ് ഗ്യാസസിന്റെ ചെറിയ നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട്. ഞാൻ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞല്ലോ. ഇപ്പോ അതെന്താ വെച്ച് ബാക്കി ക്ലാസ്സുകളൊന്നും കാണുന്നില്ല? അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് ചെയ്യണ്ടേ? ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. കൃത്യമായിട്ടൊക്കെ ക്ലാസ്സിൽ പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ഡെയിലി ചെയ്യാം. അതിൽ തന്നെ നിങ്ങൾക്ക് പകുതി ഒരു 50% മാർക്ക് അതിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു 3rd 4th മൊഡ്യൂളൊക്കെ ആവുമ്പോഴേ നമ്മൾ പഠിച്ചിരുന്നു കുറച്ച് വ്യത്യാസം മീൻസ് ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം കുറച്ച് പഠിക്കാൻ അത്യാവശ്യം കൂടുതലുണ്ട്, നമ്മുടെ ഭാഗത്ത് എഫോർട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. സോ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ചില ചാപ്റ്ററുകൾ ഇതുപോലെ ഈസി ആയിട്ട് ടീച്ചേഴ്സിനായാലും പറഞ്ഞു പോകാൻ പറ്റാത്തതാണ്. അത് അങ്ങനെയാണ് ആ ഒരു ചാപ്റ്റർ നമ്മൾ തന്നെ എഫോർട്ട് എടുത്ത് ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോ എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കാണുക. ദെൻ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാം, പഠിക്കുന്നത് പോലെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ആ പോയിന്റ്സ് വായിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.